13 വർഷവും ഭരിച്ചത് ഇടതുപക്ഷമാണ്. എന്നിട്ട് വർദ്ധിപ്പിച്ചില്ല. വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ 1000 രൂപയും 500 രൂപയും വർദ്ധിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടി കിട്ടിയപ്പോൾ മനസ്സിലായി നിയമസഭാ ഇലക്ഷനിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലായി. കാരണം സ്തുതിപാഠകർ പറഞ്ഞു കൊടുക്കുന്ന, ഉപജാപക സംഘങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ല യാഥാർത്ഥ്യം. ഇവരുടെ ഔദാര്യത്തിനാണല്ലോ നമ്മൾ കൈനീട്ടിയിരിക്കുന്നത്, ഉദാര മനസ്കത കാണിക്കാൻ. അവിടെ തെറ്റിയവർക്ക് കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണ്, ജനാധിപത്യ ബോധമുള്ള ആളുകളാണ്. കഴിഞ്ഞ 1 വർഷം നടത്തിയ സമരത്തിലൂടെ കഴിഞ്ഞ 6 മാസമായി 5000 രൂപയുടെ വർധനവാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമസ്കാരം. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ആശാവർക്കർമാർ സമരം നടത്തിയത് 266 ദിവസമാണ്. കേരള ജനതയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു സമരമായിരുന്നു. സ്ത്രീജനങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത വലിയൊരു സമരമായിരുന്നു. ഇത്രയും ദിവസം നീണ്ടുനിന്ന ഒരു സമരം കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം വരെ ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും ആ സമരത്തിന് നിലവിലിപ്പോൾ ഒരു വിജയം കണ്ടിരിക്കുകയാണ്. 266 ദിവസം സമരം ചെയ്തു എങ്കിലും വേതനം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നിരന്തരം, അതായത് ഓരോ മാസവും സമരം ചെയ്യേണ്ട സാഹചര്യം ഉൾപ്പെടെ അവർക്കുണ്ടായിരുന്നു. നിലവിലിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ വേതനം 3000 രൂപ നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൽ അവർക്ക് സന്തോഷമുണ്ട്. ഈ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു പ്രകടനം പങ്കുവയ്ക്കാനായി അവരിപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വേദിയിൽ, ആ ഒരു ആഹ്ലാദ പ്രകടന വേദിയിൽ ആശാ സമര സമിതിയുടെ നേതാവായ ബിന്ദു ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് വരെ ആശാവർക്കർമാരുടെ വേതനം 7000 രൂപ. 18 വർഷത്തിൽ നിങ്ങൾ ഓർക്കണം, 15 വർഷവും 13 വർഷവും ഭരിച്ചത് ഇടതുപക്ഷമാണ്. എന്നിട്ട് വർദ്ധിപ്പിച്ചില്ല. വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ 1000 രൂപയും 500 രൂപയും വർദ്ധിപ്പിച്ചു. ഞങ്ങൾ ഇതുപോലെ നിരന്തരം ഇവിടെ സമരം നടത്തി മന്ത്രിമന്ദിരങ്ങൾ കയറിയിറങ്ങിയവരുടെ ആത്മഹത്യ കേൾക്കുമ്പോൾ 1000 രൂപ വർദ്ധിപ്പിക്കും. 2023 നവംബറിലാണ് അവസാനം വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സമരം തുടങ്ങി, അതിനുശേഷം 9 മാസം കൈകാര്യം ചെയ്തു. അവസാനം ഞങ്ങൾ എഴുന്നേറ്റ് പോകില്ല. കേരള സമൂഹം ഒന്നടങ്കം ഇവർക്ക് എതിരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1000 രൂപ വർദ്ധിപ്പിച്ചു. ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വിജയം വന്നാൽ അത് വിജയമാണെന്ന് പോലും പരിഗണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ചെറിയ തുക തന്നിട്ട് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പിന്തിരിയില്ല, ഞങ്ങൾ ഇതിൽ അടിയുറച്ചു നിൽക്കും. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടി കിട്ടിയപ്പോൾ മനസ്സിലായി നിയമസഭാ ഇലക്ഷനിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലായി. കാരണം സ്തുതിപാഠകർ പറഞ്ഞു കൊടുക്കുന്ന, ഉപജാപക സംഘങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ല യാഥാർത്ഥ്യം. സാധാരണ മനുഷ്യന്റെ മനസ്സിലെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ ചെറുതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടയാക്കിയ തെരഞ്ഞെടുപ്പ്. അപ്പോൾ 1000 രൂപയും കൂടെ വർദ്ധിപ്പിച്ചു. വർദ്ധിക്കുമ്പോൾ എന്താണ്, അംഗൻവാടിക്കാർക്കും പാചക തൊഴിലാളികൾക്കും എല്ലാം വർദ്ധിപ്പിക്കും. കാരണം സമരം നടത്തിയോണ്ട് ആശമാർക്ക് കൊടുത്തതാണ് എന്ന് ഒരാളും ചിന്തിക്കരുത്. ഞങ്ങളുടെ ഉദാര മനസ്കത കൊണ്ട് ആശമാർക്ക് കൊടുക്കുകയാണ്, അംഗൻവാടിക്കാർക്ക് കൊടുക്കുകയാണ്, പാചക തൊഴിലാളികൾക്ക് കൊടുക്കുകയാണ്. ഇവരുടെ ഔദാര്യത്തിനാണല്ലോ നമ്മൾ കൈനീട്ടിയിരിക്കുന്നത്, ഉദാര മനസ്കത കാണിക്കാൻ. അവിടെ തെറ്റിയവർക്ക് കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണ്, ജനാധിപത്യ ബോധമുള്ള ആളുകളാണ്. നവോത്ഥാനത്തിന്റെ പാരമ്പര്യം ഇപ്പോഴും കാത്തുപുലർത്തുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളത്. ഇവർക്ക് കണക്കിന് കൊടുക്കുമെന്ന് കേരളം തീരുമാനിച്ചു. അങ്ങനെയാണ് 9000 ആയത്. ഇവരിപ്പോ 9000ത്തിന്റെ കണക്ക് പറയുന്നില്ലേ? 2025 ഫെബ്രുവരി 10 മുമ്പ് 7000 ആയിരുന്നു. അതിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. പകുതി വേതനമേ ആശമാർക്ക് കിട്ടുകയില്ലായിരുന്നു. അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടുന്നത്. കഴിഞ്ഞ 1 വർഷം നടത്തിയ സമരത്തിലൂടെ കഴിഞ്ഞ 6 മാസമായി 5000 രൂപയുടെ വർധനവാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.
ഏതൊരു തൊഴിലാളി സംഘടനയ്ക്ക് അവകാശപ്പെടാനുണ്ട്? ഇത്രയും നാമമാത്രമായ കൂലി വാങ്ങിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സമരത്തിലൂടെ ഒരു മാസം 5000 രൂപയുടെ വർധനമുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഏതെങ്കിലും CITUവിന്റെ കൊടി കെട്ടിയ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് കഴിയുമോ? എളമരം കരീമിന് പറയാൻ കഴിയുമോ? സഖാവ് ബാലഗോപാലിന് പറയാൻ കഴിയുമോ? സഖാവ് KN ഗോപിനാഥിന് പറയാൻ കഴിയുമോ? ഞങ്ങളുടെ സമരത്തിലൂടെ ഞങ്ങൾ തൊഴിലാളികൾക്ക് ഇത്രയും പൈസ വാങ്ങിച്ചു കൊടുത്തെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. ഞങ്ങളത് ആഘോഷിക്കും. നിങ്ങളത് കണ്ട് ഇപ്പൊ കിട്ടിയ അടിയുടെ വിഭ്രാന്തിയിൽ മല എലിയെ പ്രസവിക്കുന്ന എന്തൊക്കെ ഉപമകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അതാണ് ചോദിക്കാനുള്ളത്. നാണമില്ലേ നിങ്ങൾക്ക്? ഇത് മാത്രമല്ല, കഴിഞ്ഞ സമരം തുടങ്ങിയതിനു ശേഷം ഏപ്രിൽ 1-ാം തീയതി ഇൻസെന്റീവിൽ 1000 രൂപ വർധനമുണ്ടായി. അപ്പോൾ ഈ സമരത്തിലൂടെ മുഴുവൻ കിട്ടിയിരിക്കുന്നത് 6000 രൂപയുടെ വർധനമാണ് സമരത്തിന് ശേഷം കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, 7000 രൂപ വരുമാനക്കാർക്ക് അധികമായ ഒരു 6000 രൂപയും കൂടി ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ നീയൊക്കെ 1 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകും എന്ന് നീയൊക്കെ വിചാരിക്കണ്ട. അവിടെ നിന്ന് നീയൊക്കെ തോറ്റു തുന്നം പാടി പോകുമെന്ന് പറഞ്ഞവരുടെ മുഖത്തടിച്ചുകൊണ്ട് 6000 രൂപയുടെ വർധനവ് ഞങ്ങൾ നേടിക്കൊടുത്തു. ഞങ്ങൾക്ക് മാത്രമല്ല, ആശമാർക്ക്, അംഗൻവാടിക്കാർക്കും പാചക തൊഴിലാളികൾക്കും 2 ഘട്ടമായി 2000 രൂപ അവർക്കും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്, വളരെ അഭിമാനത്തോടെ പറയുകയാണ്, കേരളം നിങ്ങൾക്ക് കണക്കിന് തന്നു. ഇനിയും അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പശ്ചിമ ബംഗാൾ ഇവിടെ ആവർത്തിക്കും, ത്രിപുര ആവർത്തിക്കും. നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെടേണ്ടി വരും. ഈ കൊട്ടാരങ്ങളെല്ലാം തകർന്നു വീഴും. തെരുവിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു ഭരണാധികാരികളും ഏകാധിപതികളും ചോദ്യം ചെയ്യപ്പെടാതെ പോയിട്ടില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിൽ അടുത്ത മാസം തീരുമാനമെടുക്കാമെന്ന് ശ്രീ VD സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം എന്താണ്, ഇവരുടെ അടുത്ത് പോയപ്പോ പറഞ്ഞ ന്യായങ്ങളൊന്നും ഞാനിപ്പോ പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. ബംഗാൾ സർക്കാർ 5 ലക്ഷം രൂപ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ സഖാവ് തോമസ് ഐസക്ക് കണക്ക് കൂട്ടുകയാണ്. ബംഗാളിൽ ഇത്ര തുകയെ കൊടുക്കുന്നുള്ളൂ ഓണറേറിയം. അപ്പൊ ഇത്ര വർഷം ഇത്ര രൂപ എടുത്താൽ അവർക്ക് ഇത്ര ലാഭം കിട്ടുന്നുണ്ട്. അപ്പോ അതിൽ നിന്നൊരു തുകയാണ് 5 ലക്ഷം രൂപ കൊടുക്കുക. സാമ്പത്തിക വിശാരദൻ കണക്കെഴുതുകയാണ്. പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി, തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വിലപ്പോകില്ല. ഈ വിരമിക്കൽ ആനുകൂല്യ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് പുറത്തു പോകൂ, ഈ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. ശ്രീ VD സതീശൻ അത് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി നമ്മുടെ വേതനം വർദ്ധിപ്പിച്ച് 21,000 രൂപ മിനിമം കൂലി ഞങ്ങളുടെ ഡിമാൻഡാണ്. അത് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് പറയാനാണെങ്കിൽ, പ്രിയമുള്ളവരെ, 266 ദിവസത്തെ ചരിത്രം പറയാനാണെങ്കിൽ അത് തീരില്ല. അതുകൊണ്ട് വളരെ വൈകാരികമായ ഒരു ഘട്ടമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 35 സീറ്റാണ് LDFന് ലഭിച്ചത്. LDF തോക്കാനുള്ള 10 കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആശാ വർക്കർമാർക്ക് നേരെ ഇടത് സർക്കാർ സ്വീകരിച്ച നയവും നിലപാടും തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. എന്തായാലും LDFനെ 35 സീറ്റിൽ, വെറും 35 സീറ്റിലേക്ക് എത്തിച്ചതിൽ ആശാ വർക്കർമാർക്ക് വലിയ പങ്കുണ്ട്. അത് ഈ സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. നിലവിലിപ്പോൾ UDF സർക്കാർ നിലവിൽ വന്നതിന് ശേഷം അവർ സ്വീകരിച്ച നിലപാട് ആശാ വർക്കർമാർക്ക് ഏറെ സന്തോഷം നൽകുന്നതുമാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.